ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ ചൊവ്വാഴ്ചയും ഇതോടനുബന്ധിച്ചുള്ള ആഗോള സമ്മേളനം ബുധനാഴ്ചയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളിലേക്ക് കൂടി വികസനം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കല്പയാത്ര വികസനത്തിന്റെ നേട്ടങ്ങൾ പൗരന്മാർക്ക് നേരിട്ടെത്തിക്കുകയും അവ എല്ലാവരിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും ഹജ്ജ് തീർത്ഥാടകരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നതാണ് ഉടമ്പടി. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദിയിലെത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും സന്നിഹിതനായിരുന്നു. ആഗോള നിക്ഷേപക സംഗമത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനം, ഇന്ത്യയെ അഴിമതിരഹിതമാക്കുക എന്നീ 2 സുപ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യം മുന്നോട്ട് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ യാത്ര തിരിക്കും. UK പ്രതിരോധ സെക്രട്ടറിയുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാവസായിക സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുമായി ചേർന്ന് സഹകരണ മന്ത്രാലയമാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക്. 80% മത്സരങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, ചിഞ്ചു റാണി തുടങ്ങിയവർ പങ്കെടുക്കും. ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷിയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി MB രാജേഷ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഏത് തൊഴിലവസരവും സ്വന്തമാക്കാൻ കഴിവുള്ളതിനാലാണ് മലയാളികൾ വിദേശത്തേക്ക് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല യോജന പദ്ധതിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മകരവിളക്കിനായി വിപുലമായ ഒരുക്കങ്ങളോടെ KSRTC. തിരക്ക് പരിഗണിച്ച് 10 ചെയിൻ സർവീസുകൾ, 16 ദീർഘദൂര സർവീസുകൾ എന്നിവ അധിക സർവീസ് നടത്തും. ഈ മാസം 15-ന് സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നുമായി 800 ബസ്സുകൾ പമ്പയിൽ എത്തിക്കും. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 131 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഓസ്ട്രേലിയ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുത്തു. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. കൊച്ചി വിമാനത്താവളത്തിൽ 2 ദശാബ്ദത്തിലേറെയായി കാർഗോ കയറ്റിറക്ക് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന അസംഘടിത തൊഴിലാളികൾക്കായി സഹകരണ സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും ത്രിദിന അഖിലേന്ത്യാ സമ്മേളനം ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ സമാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ ആദ്യ യോഗം നാളെ കൊൽക്കത്തയിൽ നടക്കും. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ അധ്യക്ഷത വഹിക്കും. രാജ്യത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജനകേന്ദ്രീകൃത പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പദ്ധതികളുടെ പ്രയോജനം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്കും സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിയതായും ചെന്നൈയിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുക്കവേ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J യുദ്ധവിമാനം കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ പറന്നിറങ്ങി. ഗരുഡ് കമാൻഡോകളുടെ പരിശീലന ദൌത്യവും അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.